ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 85 വർഷമായി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നടത്തുന്ന സംഘടനയ്ക്ക് മർത്തമറിയം സമാജമെന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. കേരളീയ സ്ത്രീകൾക്ക് സഹജമായ വിനയം, അച്ചടക്കം, പാതിവൃത്യം, അനുസരണം, ദാനധർമ്മം, അതിഥി സൽക്കാരം, ദൈവഭക്തി, നോമ്പാചരണം മുതലായ സദ്ഗുണങ്ങൾ നമ്മുടെ സ്ത്രീകളിൽ നിലനിർത്തി പുണ്യജീവിതം നയിക്കുവാൻ അവരെ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഈ പ്രസ്ഥാനത്തിലുള്ളത്. 1931 പുത്തിങ്കാവിൽ കൊച്ചു തിരുമേനി രക്ഷാധികാരിയും ഫാദർ അലക്സിയോസ് വയസ്സി, അതായത് തേവദോസ്യോസ് തിരുമേനി പ്രസിഡന്റും കണ്ടത്തിൽ KM അന്നമ്മ സെക്രട്ടറിയുമായി ചുമതലയേറ്റു. 19-ാം വയസ്സിൽ വിധവയായ കൊച്ചമ്മ ലൗകിക സുഖങ്ങൾ സകലതും വെടിഞ്ഞ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും മാത്രം ജീവിതം നയിച്ചിരുന്ന കാലത്ത് എൻ്റെ വേലയ്ക്കായി ഇറങ്ങി പുറപ്പെടുക എന്ന ദൈവശബ്ദം കേട്ട് ഓർത്തഡോക്സ് വനിതകളുടെ ആത്മീയ ഉന്നതിക്കായി പ്രവർത്തിക്കുവാൻ തന്നെത്താൻ പ്രതിഷ്ഠിച്ചു. ഈ വനിതാ രത്നത്തിൻ്റെ മതതീഷ്ണതയും ഭക്തിവൈരാഗ്യവും സ്ഥിരോത്സാഹവും ഊർജ്ജസ്വലതയും മർത്തമറിയം വനിതാ സമാജത്തെ അനുസ്യൂതം വളർത്തുവാൻ സഹായിച്ചു. 1955 ഇതിനൊരു ആയപ്പോഴേക്കും ഭദ്രാസന അടിസ്ഥാനത്തിൽ വനിതാ സമാജം രൂപീകൃതമായി. നിരണം, കൊല്ലം, തുമ്പമൺ, കോട്ടയം എന്നിവിടങ്ങളിൽ അതാത് ഭദ്രാസന അധിപന്മാരുടെ നേതൃത്വത്തിൽ സമാജങ്ങൾ ഭംഗിയായി നടന്നു വന്നു. സമാജത്തിനായി ഒരു ഭരണഘടന രൂപപ്പെടുത്തിയത് അലക്സിയോസ് മാർ തേവദോസ്യോസ് തിരുമേനിയും EJ ഫിലിപ്പോസും ചേർന്നാണ്. അന്നത്തെ പരിശുദ്ധ ബാവാ തിരുമേനി ആയ ബസേലിയോസ് ഗീവറീസ് ദ്വിതീയൻ ബാവാ തിരുമേനിയും പാറേട്ട് മാത്യൂസ് ഇവാനിയോസ് തിരുമേനിയും ചേർന്ന് ഇത് അംഗീകരിക്കുകയുണ്ടായി. അഖിലമലങ്കര മർത്തമറിയം സമാജത്തിൻ്റെ വാർഷിക ക്യാമ്പ് തുമ്പമൺ ഭദ്രാസന്റെ ആതിഥേയത്തിൽ ക്രമീകരിക്കുവാൻ സർവശക്തൻ ഒരുക്കിയ മഹാകൃപയെ സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും ക്ലേശങ്ങൾ സഹിച്ച് ഈ ഓമല്ലൂരിലേക്ക് വന്നു ചേർന്ന ഏവരെയും പൗരാണികതയുടെയും ഉത്തമ വിശ്വാസത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും മാതൃക കാട്ടിത്തന്ന പൂർവ്വപിതാക്കന്മാരുടെ മടിത്തട്ടിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ബലഹീനരായ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. റീത്ത് പ്രസ്ഥാനം, നവീകരണം, പ്രൊട്ടസ്റ്റന്റ്, അന്ത്യോക്യ സ്വാധീനങ്ങളുടെ വിഹാരഭൂമിയായിരുന്നിട്ടും സത്യവിശ്വാസത്തിൽ നിന്നും അണുവിട മാറാതെ ത്യാഗസന്നദ്ധരായി കാതോലിക്കേറ്റിൻ്റെ കൊടിക്കീഴിൽ കഷ്ടനഷ്ടങ്ങൾ നേരിട്ട പൂർവ്വപിതാക്കന്മാരെ ഭക്തിയാദരപൂർവ്വം നമിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനി, പുലിക്കോട്ടിൽ തിരുമേനി, വട്ടശ്ശേരിൽ ഗീവറീസ് ദിവനാസ്യസ് തിരുമേനി തുടങ്ങിയവരുടെ ഒരു ശ്രേഷ്ഠ നിരയുടെ സാന്നിധ്യം ഇതിനുണ്ടായിരുന്നു. തുമ്പമൺ ഭദ്രാസനത്തിലെ മലങ്കരയുടെ അഭിമാനമായ മഹിളകൾ തങ്ങളെ തന്നെ നിറഞ്ഞ മനസ്സോടെ ഭദ്രാസനത്തെ 37 വർഷം ധീരമായി നയിച്ച ഭാഗ്യസ്മരണാർഹനായ ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനിയുടെ സ്മരണയെ അനുസ്മരിപ്പിക്കുന്ന മാർ പീലക്സിനോസ് നഗറിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ബലഹീനായ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ മഹാസമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഓമല്ലൂർ സെന്റ് തോമസ് ദേവാലയം ചരിത്ര കുതികകളുടെ ആകർഷണ കേന്ദ്രമാണ്. മുളന്തുരുത്തി സുന്നകദോസിലും ചരിത്ര സംഭവങ്ങളായ അസോസിയേഷനുകളിലും സംബന്ധിക്കുകയും സഭയിലെ കക്ഷിവഴക്കിൻ്റെ യാതനകൾ വളരെ അനുഭവിക്കുകയും ചെയ്ത കാതോലിക്കത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഓമല്ലൂർ ദേവാലയത്തിലെ വാത്സല്യ മക്കളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഓമനക്കുടങ്ങളെ, ഈ ചരിത്ര മുഹൂർത്തത്തിന് വേദിയായതിൽ നാം നിങ്ങളെ അനുമോദിക്കുന്നു. അഖില മലങ്കര മർത്തമറിയം സമാജത്തിൻ്റെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ അഭിമാനത്തോടെയാണ് നാം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. സഭാസന്താനങ്ങളെ സമൂഹത്തിനും സഭയ്ക്കും ഉത്തമരായ പ്രവർത്തകരും ശുശ്രൂഷകരും വൈദികരും മെത്രാപ്പോലിത്തന്മാരുമായി വാർത്തെടുക്കുന്നത് മൂശയാണ് നിങ്ങൾ, ഈ അമ്മമാര്, ഈ സഹോദരിമാര് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. കുടുംബത്തിൽ പലവിധമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും 3 ദിവസത്തെ ക്യാമ്പിലേക്ക്
സംബന്ധിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് സഭയോട് നിങ്ങൾക്കുള്ള അതിശ്രേഷ്ഠമായ സ്നേഹമാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട്. നിങ്ങളെ അതിനായി അനുവദിച്ച ഭർത്താക്കന്മാരെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഈ വർഷത്തെ മുഖ്യ ചിന്താ വിഷയം എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യമാണല്ലോ. എല്ലായ്പ്പോഴും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ നന്മയുടെ നിറവാണ് മനുഷ്യൻ. നന്മ ചെയ്തും ശുദ്ധീകരിക്കപ്പെടുക. നന്മ ചെയ്യുക എന്നുള്ളത് വ്രതമായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായാണ് ഏറ്റവും വലിയ മാതൃക. താൻ നന്മ ചെയ്തുകൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. നന്മ മാത്രമേ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് തിന്മയും ചെയ്യുവാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. തിന്മയുടെ സ്ഥാനത്ത് നന്മയ്ക്ക് സ്ഥാനം കൊടുത്തിട്ട് തിന്മയെ ഒഴിവാക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ആയുസ്സിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഹോളിനെസ് വിതൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ദ ലോർഡ്. സമാധാന ആചരണവും സമാധാന അനുയാത്രയും ശ്രദ്ധേയമാണ്. സമാധാനം ആചരിക്കുക എന്ന ആഹ്വാനത്തിൽ ജീവിതത്തിൻ്റെ പല മേഖലകളോടും നാം രമ്യപ്പെടുക, സന്തുലിതാവസ്ഥ പാലിക്കുക എന്ന ചിന്ത നിറഞ്ഞു നിൽക്കുന്നു. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സമൂഹമായി വ്യക്തികളുമായി നാം പുലർത്തേണ്ട ഒരു മനോഭാവമാണ്. രണ്ടാമത്തേത് ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമുക്ക് നമ്മോട് തന്നെ രമ്യമാകാനുള്ള ഒരനുഭവം. മൂന്നാമത് ട്രാൻസിഷൻ ഫ്രം സിമ്പതി ടു എമ്പതി, സഹതാപത്തിൽ നിന്നും വ്യക്തിത്വങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. ദരിദ്രരോടും പീഡിതരോടും ഒറ്റപ്പെട്ടവരോടും നാം പ്രാപിക്കുന്ന താതാത്മ്യപ്പെടൽ ഒരു വലിയ സമാധാന ആചരണമാണ്, ഒരു വലിയ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയുമാണ്. നാലാമത് ബി പീസ് വിത്ത് നേച്ചർ, പരിസ്ഥിതിയുമായി താതാമ്യപ്പെടുക. മെയിൻറ്റെയിനിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. വി ആർ ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ എൻവയോൺമെന്റ് മെർസിലെസ്ലി. കരുണയില്ലാതെ ഈ ലോകത്തെ, ഈ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. വെള്ളം ശുദ്ധമല്ല, വായു ശുദ്ധമല്ല. ഇത് പരിരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള നല്ലൊരമാണ് യഹോവയായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. തോട്ടത്തെ സൂക്ഷിക്കുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും നമുക്ക് വലിയ കടപ്പാടുണ്ട്. വൈദ്യുതി, ജലം, പ്രകൃതി വിഭവങ്ങൾ ആദിയായുടെ സംരക്ഷണം ഭാവിയുടെ സമാധാനത്തെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. 148-ാം സങ്കീർത്തനം 2-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും സസ്യലതാദികളും യഹോവയെ സ്തുതിക്കട്ടെ. ഈ ഭൂമി മുഴുവൻ, ഈ അഖിലാണ്ട് മുഴുവൻ യഹോവയെ സ്തുതിക്കുവാൻ തക്കവണ്ണം കടപ്പെട്ടിട്ടുള്ളവരാണ്. നാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ജീവജാലങ്ങൾക്ക്, സർവചരാചരങ്ങൾക്കും സർവശക്തനെ ആരാധിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ട് നാം ആരാധിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവയോട് നാം നിരപ്പാകേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്നാകണമെന്നുള്ള ചിന്ത ധ്യാനാത്മകമാണ്. സർവ മതങ്ങളുടെയും സനാതന സത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഓണം ആഘോഷിക്കുന്ന ഈ സമയത്തിൽ ഓണം എന്ന പദം ഒന്നാവണം, അതിനിടയ്ക്ക് 2 അക്ഷരങ്ങൾ മാറ്റിയാൽ ഓണമെന്ന് കിട്ടും. ഒന്നാവണം എന്ന ചിന്ത സംവേദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ 2 അല്ല ഒന്നാകുന്നുവെന്ന് വിവാഹ കൂതാശ സമയത്ത് നിങ്ങളോട് കൽപ്പിച്ചത് അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു ചിന്തയായിരിക്കണം, ഒരു സമ്പാദ്യമായിരിക്കണം, ഒരു ചിന്തയോടുകൂടി, ഒരു ദൈവിക ബോധത്തോടു കൂടി ഈ സമൂഹത്തെ കാണുകയും എല്ലാവർക്കും സന്തോഷം പങ്കിടുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യട്ടെ. അൺനോൺ ക്രൈസ്റ്റ്, നോൺ ക്രൈസ്റ്റ് ഉണ്ട്, അൺനോൺ ക്രൈസ്റ്റ് ഉണ്ട്. എന്താണ്? എല്ലാ ചിന്താധാരകളിലുമുണ്ട് നോൺ ക്രൈസ്റ്റ് ആൻഡ് അൺനോൺ ക്രൈസ്റ്റ്. നാം അറിഞ്ഞ ക്രിസ്തുവിൻ്റെ ഭാവം, നാം അറിഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹം, നാം അറിഞ്ഞ ക്രിസ്തുവിൻ്റെ കരുണ, ഇതിനെല്ലാം നമ്മുടെ മാനുഷികതയുടെ പരിമിതികളുണ്ട്.
പക്ഷേ ഒരു അമാനുഷികത അവസ്ഥയിലെത്തിയെങ്കിൽ മാത്രമേ നാം അറിയാത്ത ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്തകൾക്കൊക്കെ പരിമിതികളും മുഖപക്ഷവുമുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല, അതിന് പരിമിതികളില്ല. സ്നേഹത്തിന് ആഴമളക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ മാനുഷ്യതയുടെ പരിമിതികളിൽ നിന്ന്, ഭൗതികതയുടെ പരിമിതികളിൽ നിന്ന് അഭൗമികത, അതായത് എർത്ത് ഡയമെൻഷനിൽ നിന്ന് ഹെവൻലി ഡയമെൻഷനിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഈ ഒരു സമ്മേളനം, ഈ ദിവസങ്ങൾ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. എത്ര ആഴമുള്ളതാണ് ഈ സന്ദേശം, ഈ ആശയം നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച വലിയൊരാശയമാണിത്. നമ്മളൊക്കെ പരിമിതികളിൽ നിന്ന് പോകുന്നു, നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നു. പക്ഷേ ദൈവത്തിന് ഹിതകരമായി സഹോദരൻ്റെ സ്നേഹം പങ്കിടുവാൻ, അയൽക്കാരനെ കണ്ട് അവനെ ആദരിക്കുവാൻ, അഗതികളെ ആശ്വസിപ്പിക്കുവാൻ, അശരണർക്ക് ശരണം കൊടുക്കുവാൻ തക്കവണ്ണം നമ്മൾ എർത്ത്ലി ഡയമെൻഷനിൽ നിന്ന് ഹെവൻലി ഡയമെൻഷനിലേക്ക് ഉയരേണ്ടതാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സംയമനത്തിൻ്റെ വിശാല മനസ്കതയുടെ, പരസ്പര സ്നേഹത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ ഫലങ്ങൾക്ക് പാകപ്പിഴകൾ വരുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് വർഗീയതയും വിഭാഗീയതയും ഭീകരപ്രവർത്തനങ്ങളും. ഇതര സംസ്കാരങ്ങളോടും മതങ്ങളോടുമുള്ള സമാധാന ആചരണം നാം നിലനിർത്തുവാൻ ഈ കൂടിവരവ് സഹായിക്കട്ടെ. എല്ലാവരുടെയും അനുവാദത്തോടെ ഈ മഹാസമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ ഡോക്ടർ തെയോഫിലോസ് തിരുമേനിയുടെയും അഭിവന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയുടെയും സന്ദേശം അറിയിക്കണമെന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം കൂടി ഞാൻ നിർവഹിക്കുന്നു. അഭിവന്യ തെയോഫിലോസിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ.